ഹലോ ഗൈസ്, ഇത് അല്ലേ വീഡിയോ കാണുന്നവർക്ക് തുടങ്ങാം. ഇനി നമ്മൾ കാളേനെ അയക്കാൻ പോവുകയാണ് കേട്ടോ. ഇതാ അയച്ച് ഏട്ടനാണ് കാളേനെ അയക്കുന്നതും ഒക്കെ. കാര്യം എനിക്ക് അതിൻ്റെ അടുത്ത് പോകാൻ പേടിയാണ് സംഭവം. എൻ്റെ പശുക്കുട്ടി അത് അവിടെ ഒളിച്ച് കളിക്കണം. അവിടെ ആ വായൻ്റെ ഉള്ളിൽ എന്തോ തിന്നിയാണ്. അതങ്ങനെ റോട്ടിലേക്ക് ഇങ്ങനെ കയറി പോന്നു. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കയറ്റാണ് കയറ്റി പോന്നു. റോട്ടിലെത്തിയപ്പോൾ ചെറിയൊരു കളി ഉണ്ടായിരുന്നു കാളക്കുട്ടിക്ക്. എന്നാലും ഞാൻ ബാക്കിൽ ഇങ്ങനെ കയറി പിടിച്ച് നിൽക്കണേ. എന്താ വീട്ടിലേക്ക് പോരുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി തൊഴുത്തിലേക്ക് കെട്ടിട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ 3:30 ആകുമ്പോൾ കറക്കാൻ ഇറങ്ങി. പാലിറക്കാൻ തുടങ്ങണം. പാല് കറക്കി അങ്ങനെതാ തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പാൽ ഇത്ര ഞങ്ങൾക്ക് കറന്ന് കിട്ടണമെന്ന് വെച്ചാൽ വൈകുന്നേരം എനിക്കൊരു 2.5 ലിറ്റർ കിട്ടലുണ്ട്. അത് 2.5 ലിറ്റർ ഞാൻ നേരെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചായപ്പീടി ഉണ്ട്. ആ ചായപ്പീടിക്ക് കൊണ്ട് കൊടുക്കും. എന്നിട്ട് ഒരു 300 ഉണ്ടാവും. അത് ഇന്നും ഓളിക്ക് തരും കേട്ടോ. ഒരു 300 പാൽ ഒരു വീട്ടിലേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ പാലും ഉണ്ടാവും. അങ്ങനെ കടയ്ക്കുള്ള പാലിതാ നമ്മൾ അളന്നതാ പാത്രത്തിലാക്കുന്നുണ്ട്. അത് 2 ലിറ്റർ പാല്. ഇത് വീട്ടിലേക്കുള്ള പാല് ഒരു 300. അത്രേ ഉള്ളൂ. അപ്പോൾ പുല്ല് എരിയാണ് ഞാനിപ്പോൾ. പുല്ല് ഇവിടെ കമ്മിയാണ്, എന്നാലും നമുക്ക് 1.5 കൂടുമ്പോഴൊക്കെ കൊടുക്കാം. അപ്പോൾ പിന്നെ സ്ഥിരം അരിയണം, കാരണം തീറ്റയ്ക്കൊക്കെ വില കയറിയതുകൊണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ മോളുണ്ടെങ്കിൽ മോളെ കൊണ്ടുപോകും. അവളാണ് ഇപ്പോൾ ഇതെങ്ങനെ ചാടിക്കളിച്ച് ഈ പാടത്ത് കൂടെ നടക്കുന്നത്. എല്ലാം എൻ്റെ കൂടെ വന്നതാണ് പാടത്ത്. ഓരോന്ന് കളിച്ചിങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ച് നേരം ഞാനും, നമുക്കിങ്ങനെ പുല്ല് അരിഞ്ഞ് കഴിഞ്ഞാൽ കുഴങ്ങൂല. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അവളൊപ്പം ഞാനും കൂടും കളിക്കാൻ. അങ്ങനെ അവളൊപ്പം പാള, നമ്മൾ പണ്ടത്തെ നൊസ്റ്റാൾജിയാണ്. ഇങ്ങനെ പാള വണ്ടി പറയണൊക്കെ ഇല്ലേ. അപ്പോൾ അതിങ്ങനെ ഞങ്ങളിങ്ങനെ അമ്മയും മോളൊന്ന് വലിച്ച് കളിച്ച് കുറച്ച് നേരം അത് കഴിഞ്ഞു. നമ്മൾ പുല്ലിരിയിൽ കഴിഞ്ഞു. പിന്നെ നേരെ വീട്ടിൽ പോവാം. പിന്നെ പശുവിനെ പുല്ലിട്ട് കൊടുക്കും. അങ്ങനെ പുല്ലും കെട്ടി ഏറ്റിയതാ. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവാണ്. ഒരു കുന്നു പോലെയുണ്ട്, ഒരു കയറ്റാണിത്. ഒരു കയറ്റം ഇതിലേറെ പുല്ലിരിയിലുണ്ട്, പക്ഷേ ഈ കയറ്റം കയറാൻ കുറച്ച് പ്രയാസമാണ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി. വീട്ടിലേക്ക് ഇറങ്ങാൻ സുഖമാണ്, വേഗം ഇറങ്ങി വീട്ടിലെത്തും. പിന്നെ അവിടെ വീട്ടിൽ കൊണ്ടങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തൊഴുത്തിൽ തന്നെ പിന്നെ അവർക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ മുളക് കൊഞ്ചിക്കലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പക്ഷെ അവൾ കാളിൻ്റെ അടുത്തേക്ക് വല്ലാതെ പോവില്ല. പിന്നെ അതാ ഞാൻ പുല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കും ഞാൻ എന്താ അവിടെ കാളക്കുട്ടന് കുറച്ച് പുല്ല് കൊടുക്കണേന്ന്. വേറെ ഒന്നുമല്ല, ഓന് കുറച്ചിട്ട് കൊടുത്ത് പിന്നെയും കുറച്ചിട്ട് കൊടുക്കലാണ് ചെയ്യൽ. ഇതാണ് എൻ്റെ ചെറിയൊരു തൊഴുത്ത്. ഇതിൻ്റെ ഇന്ത്യയായ അമ്മക്കുട്ടി കേട്ടോ. ഇതിൻ്റെ സുന്ദരനായ